നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോ അക്കാദമിയുടെ പേരിൽ തുടരുന്നത് വൻ ഭൂമി തട്ടിപ്പ്. ട്രസ്റ്റിന് ഭൂമി അനുവദിച്ചത് സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജിന്, ഉപയോഗിക്കുന്നത് കുടുംബ സ്വത്തെന്ന പോലെ. ലക്ഷ്മി നായരുടെ റെസ്റ്റോറന്റും കുടുംബാംഗങ്ങളുടെ വീടും നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയിൽ. സർക്കാർ പൊതുവഴി പോലും അടച്ചുകെട്ടിയതായും പരിസരവാസികൾ. കണ്ണൂർ നങ്ങാറത്ത് പീടികയിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിന് സമീപം ബോംബേറ്. പിന്നിൽ RSS എന്ന CPM. RSS നേതൃത്വത്തിനെതിരെ ആരോപണവുമായി കാര്യവാഹക് രംഗത്ത്. തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചെന്ന് കടക്കാവൂർ സ്വദേശി വിഷ്ണു. P. ജയരാജനെ കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. ജമ്മു കശ്മീരിലെ ഹിമപാതത്തിൽ 10 സൈനികർ മരിച്ചു. സൈനിക പോസ്റ്റ് പൂർണ്ണമായി തകർന്നു. റിപ്പബ്ലിക് ദിനത്തിൽ അസമിലും മണിപ്പൂരിലുമായി 9 സ്ഫോടനങ്ങൾ. പിന്നിൽ ഉൾഫെ എന്ന് പോലീസ്. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. സംസ്കാരവും ശക്തിയും തെളിയിച്ച് പ്രൗഢഗംഭീര പരേഡ്. കനത്ത സുരക്ഷയിൽ ഡൽഹി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. ജല്ലിക്കെട്ട് വിരുദ്ധ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ്. തമിഴ്നാട് നിയമത്തെ സുപ്രീം കോടതിയിൽ എതിർക്കില്ല. ഹർജി നൽകിയെങ്കിൽ പിൻവലിക്കാൻ നിർദ്ദേശം. ലോ അക്കാദമിയുടെ പേരിൽ ഭൂമി തട്ടിപ്പ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ ലോ അക്കാദമി ട്രസ്റ്റിനായി സർക്കാർ പതിച്ചു നൽകിയ 12 ഏക്കറോളം ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്ന വാദം തെറ്റ്. ഈ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ലക്ഷ്മി നായരുടെ റെസ്റ്റോറന്റ് അടക്കം പ്രവർത്തിക്കുന്നതെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. പൊതുവഴി പോലും അടച്ച് അക്കാദമി സെക്രട്ടറി നാരായണൻ നായർ ഈ ഭൂമി മുഴുവൻ കുടുംബസ്വത്ത് പോലെയാക്കിയെന്ന് പരിസരവാസികളും ആരോപിക്കുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സംസ്ഥാന സർക്കാർ പതിച്ചു നൽകിയ ഭൂമി ലോ അക്കാദമി അധികൃതർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം പേരൂർക്കടയിൽ ലോ അക്കാദമി ട്രസ്റ്റിന് 725/1, 726/4 എന്നീ സർവേ നമ്പറുകളിലായി 11 ഏക്കറിലധികം ഭൂമിയാണുള്ളത്. 1968 3 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ സ്ഥലമാണിത്. 1976 പാട്ടക്കാലാവധി നീട്ടി നൽകുകയും 85 ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഭൂമിയിൽ ലോ കോളേജിനും അനുബന്ധ കെട്ടിടങ്ങൾക്കും പുറമെ മറ്റു പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നു. ലോ അക്കാദമി കോംപ്ലക്സ് എന്ന പേരിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശാഖ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്തു തന്നെ തലശ്ശേരി ബിരിയാണി കിട്ടുന്ന ഹോട്ടലുണ്ട്. വിദ്യാർത്ഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതായി ആരോപണമുയർന്ന ഹോട്ടൽ ഇതാണ്. അക്കാദമി വളപ്പിൽ തന്നെയാണ് നാരായണൻ നായരും സഹോദരനും CPM നേതാവുമായ കോലിയക്കോട് കൃഷ്ണൻ നായരുമൊക്കെ കുടുംബസഹിതം താമസിക്കുന്നത്. കൃഷ്ണൻ നായരുടെ ഭാര്യ അക്കാദമിയിൽ അധ്യാപികയാണെന്ന കാരണം പറഞ്ഞാണ് വേറെ വീടുണ്ടെങ്കിലും വാസം ഇവിടെയാക്കിയിരിക്കുന്നത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സും അനുബന്ധ കെട്ടിടങ്ങളും കളിസ്ഥലവും ഒക്കെ കഴിഞ്ഞാലും കോടികൾ മതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി പിന്നെയും ബാക്കിയാണ്. തങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴിയടച്ച് ഭൂമി കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കുകയാണെന്ന് അക്കാദമിക്ക് തൊട്ടടുത്തുള്ള ഹാർവിപുരം കോളനി നിവാസികൾ പറയുന്നു. അതിനകത്തൂടെ ഞങ്ങൾക്കൊരു വഴിയുണ്ടായിരുന്നു. കെട്ടി അടച്ച് കണ്ടമാനം മരങ്ങൾ മുറിച്ച് ഇന്ന് അങ്ങോട്ട് ഈ അയൽവക്കാർക്ക് ഒരുപാട് വെള്ളം എടുക്കാൻ അങ്ങോട്ട് കയറാൻ ഒക്കില്ല. കുറച്ച് പാറ അടിക്കുന്ന സ്ഥലമുണ്ട്, അത് മൊത്തം അയാളങ്ങ് അപകരിച്ച് ആ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ പോലെ അങ്ങനെ കറങ്ങി അതിലേക്ക് കറങ്ങി ഇഞ്ഞു വരും. ഈ എന്ത് വരും യാത് ഭരണം വന്നാലും അവർ തന്നെ ഭരിക്കുന്നത്, വേറെ മറ്റൊരാളില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ഭൂമി ദുർവിനിയോഗത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടാകുമെന്ന് ഇവർക്ക് പ്രതീക്ഷയില്ല. ലോ അക്കാദമിക്കായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ. തിരുവനന്തപുരത്തു നിന്നും PG പ്രബോധനും ക്യാമറമാൻ അരുൺ മാത്യുവിനുമൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18. തിരുവനന്തപുരം ലോ അക്കാദമി ഭൂമി കൈക്കലാക്കിയത് സർക്കാരിനെ കബളിപ്പിച്ചെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു. 1968 സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജ് ആരംഭിക്കുന്നതിനാണ് അക്കാദമിക്ക് 11.49 ഏക്കർ ഭൂമി നൽകിയത് എന്ന് നിയമസഭാ രേഖ വ്യക്തമാക്കുന്നു. കോളേജിന് ഭൂമി നൽകിയത് സംബന്ധിച്ചോ അഫിലിയേഷൻ സംബന്ധിച്ചോ രേഖകളില്ല എന്നാണ് കേരള സർവകലാശാലയുടെ നിലപാട്.
1968 ലോ അക്കാദമിക്ക് രണ്ടാം EMS സർക്കാർ ഭൂമി അനുവദിച്ചപ്പോൾ തന്നെ വിവാദങ്ങളും ഉടലെടുത്തു. സ്വന്തം പാർട്ടിക്കാരനും ലോ അക്കാദമിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറുമായ നാരായണൻ നായർക്ക് MN ഗോവിന്ദൻ നായർ ഭൂമി നൽകിയെന്നായിരുന്നു ആരോപണം. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജിനാണ് ഭൂമിദാനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്നത്തെ സർക്കാർ നിയമസഭയിൽ വിവാദങ്ങളെ നേരിട്ടത്. ഗവർണർ, മുഖ്യ രക്ഷാധികാരി, മുഖ്യമന്ത്രി രക്ഷാധികാരി, റവന്യൂ, വിദ്യാഭ്യാസ മന്ത്രിമാർ, 3 ഹൈക്കോടതി ജഡ്ജിമാർ, പ്രമുഖ അഭിഭാഷകർ എന്നിവരടങ്ങിയ സമിതിക്ക് അക്കാദമി നടത്താനാണ് ഭൂമി നൽകിയതെന്നായിരുന്നു അന്നത്തെ കൃഷിമന്ത്രി MN ഗോവിന്ദൻ നായരുടെ മറുപടി. 11.49 ഏക്കർ ഭൂമിയാണ് കോളേജിന് കൈമാറിയതെന്നും ഗോവിന്ദൻ നായർ നിയമസഭയിൽ മറുപടി നൽകി. മറുപടി സംബന്ധിച്ച നിയമസഭാ രേഖ ഇങ്ങനെ: സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജ് എന്ന അന്ന് സർക്കാർ അവകാശപ്പെട്ട ലോ അക്കാദമിയിൽ ഇന്ന് ഗവർണറുടെ മേൽനോട്ടമോ സർക്കാരിന്റെ നിയന്ത്രണമോ ഇല്ല. ഇതൊരു സ്വകാര്യ സ്ഥാപനമാണെന്ന് കേരള സർവകലാശാല തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് 11.49 ഏക്കർ സർക്കാർ ഭൂമി തലസ്ഥാന നഗരഹൃദയത്തിൽ ലോ അക്കാദമി സ്വന്തമാക്കിയത്. 300 കോടി രൂപയാണ് ഈ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ മതിപ്പ് വില. എന്നാൽ കോളേജിന് സ്ഥലം അനുവദിച്ചത് സംബന്ധിച്ചോ അഫിലിയേഷൻ സംബന്ധിച്ചോ രേഖകളൊന്നും ലഭ്യമല്ലെന്നാണ് കേരള സർവകലാശാലയുടെ വിചിത്രമായ മറുപടി. ഗവർണറും മുഖ്യമന്ത്രിയും അംഗങ്ങളായ ഒരു സമിതിക്ക് അക്കാദമി നടത്താനാണ് ഭൂമി നൽകിയതെന്നാണ് 1968 നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ വ്യവസ്ഥകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയോ? ഇക്കാര്യം പരിശോധിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലോ അക്കാദമിയിൽ നിന്നും ബിജു ഗോപിനാഥ്, ന്യൂസ് 18. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ ശ്രീ CR നീലകണ്ഠൻ കൊച്ചിയിൽ നിന്നും, DYFI നേതാവ് ശ്രീ ഷിജു ഖാൻ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. ഒപ്പം CPI നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ബിനോയ് വിശ്വത്തെ ടെലിഫോണിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു നിയമ കലാലയം, അതിനുവേണ്ടി സർക്കാരിൽ നിന്നും ഇപ്പോൾ 300 കോടി രൂപ മതിക്കുന്ന ഭൂമി കൈവശം വെച്ചിരിക്കുന്നു. സർക്കാർ നിയന്ത്രണത്തിലല്ല, കുട്ടികൾക്കൊട്ടും അനുകൂലമായിട്ടുള്ള, പഠിതാക്കൾക്കൊട്ടും അനുകൂലമായിട്ടുള്ള കോളേജല്ല അത് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുമുണ്ട്. ഏത് നിലക്കാണ് സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും കാലം ഈ സ്ഥാപനത്തിന് ഒരു കുടുംബ സ്വത്ത് പോലെ തുടരാനായത്? ആരുടെയൊക്കെ കണ്ണടയ്ക്കൽ കൊണ്ടാണ്, ഏതൊക്കെ സർക്കാരുകളുടെ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? സനീഷ്, ഇത് ഇന്ന് ന്യൂസ് 18 വിട്ടിരിക്കുന്ന ഈ 2 വാർത്തകൾ, ഈ 2 വാർത്തകളും അക്ഷരം പ്രതി ശരിയാണ്. ഇത് ലോ അക്കാദമി ലോ കോളേജിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ 1971 ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഒപ്പിടുന്ന കാലത്ത്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയുടെ കാലത്ത് മറ്റ് കോളേജുകളെല്ലാം ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടപ്പോൾ ഈ കോളേജ് മാത്രം മാറി നിന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് 1968 ഈ കോളേജ് തുടങ്ങാൻ വേണ്ടി സംസ്ഥാനത്തെ സർക്കാരിൻ്റെ അധീനതയിലുണ്ടായിരുന്ന 12 ഏക്കർ സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. 11.49 ഏക്കർ സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്നത്തെ 3ാം നിയമസഭയിൽ കാണിച്ച അന്നത്തെ മന്ത്രി ശ്രീ MN ഗോവിന്ദൻ നായർ നടത്തിയ മറുപടി പ്രസംഗമാണ് ഇപ്പോൾ കാണിച്ചത്. ശ്രീ K ദേവസ്വകുട്ടി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ 12 ഏക്കർ സ്ഥലം, സർക്കാരിൻ്റെ അധീനതയിലുണ്ടായിരുന്ന 12 ഏക്കർ സ്ഥലം ലോ അക്കാദമി ലോ കോളേജ് തുടങ്ങുവാൻ വേണ്ടി കൊടുത്തത് കേരളത്തിൻ്റെ ഗവർണർ മുഖ്യ രക്ഷാധികാരിയായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രക്ഷാധികാരിയായി, നിയമമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെ, ഹൈക്കോടതിയുടെ 3 ജഡ്ജിമാരുൾപ്പെടെ, മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് അന്ന് സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു ഈ പറഞ്ഞ സർക്കാർ അസംബ്ലിയിൽ പറഞ്ഞ 3ാം നിയമസഭയിൽ അസംബ്ലിയിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുന്ന രീതിയിൽ ഒരു ഘട്ടത്തിലുള്ള ഒരു രേഖകളും കേരളത്തിൽ എങ്ങും സർക്കാരിലില്ല, സർവകലാശാലയിലില്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലില്ല, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലില്ല, എങ്ങുമില്ല. അപ്പോൾ ഈ ഭൂമി അന്ന് പതിച്ചെടുക്കുവാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷം ഭൂമി കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഘട്ടത്തിലും ഈ പറഞ്ഞത് പ്രകാരം സർക്കാർ എങ്ങനെയാണോ പറഞ്ഞിരുന്നത്, ഈ ഭൂമി കിട്ടാൻ വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് ആണോ പറഞ്ഞിരുന്നത്, അതൊന്നും പാലിക്കാതെയാണ് ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പതിയെ സ്വകാര്യ ട്രസ്റ്റിലേക്ക്, സ്വകാര്യ സൊസൈറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ നാരായണൻ നായർ സാറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വളരെ വ്യക്തമല്ലേ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ ഉൾപ്പെടുന്ന ഒരു കോക്കസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ കോളേജ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ മറ്റൊരു സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എപ്പോഴും ഒരു ചെയർമാനെ പുറത്തു നോക്കും. നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ BJPയുടെ തലമുതിർന്ന നേതാവ്, ഏകദേശം 100 വയസ്സോളം പ്രായമുള്ള അയ്യപ്പൻപിള്ള സാറിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പുറത്തു നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇന്നയാളാണ്, പക്ഷേ ഡയറക്ടർ ഇന്നയാളാണ്, പ്രിൻസിപ്പൽ ഇന്നയാളാണ്, ബാക്കി എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭൂമി 68 മുതൽ
നാളിതുവരെ സർക്കാരിൻ്റെ ഭൂമി കൈവശം വെച്ചുകൊണ്ട് 12 ഏക്കർ സ്ഥലം കൈവശം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ശ്രീ ഷിജു ഖാൻ 1968 അന്നത്തെ മന്ത്രി ശ്രീ എം എൻ ഗോവിന്ദൻ നായർ നൽകിയ മറുപടി ലോ അക്കാഡമി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ വകയല്ല, അതിലെ ചീഫ് പാട്രൺ ബഹുമാനപ്പെട്ട ഗവർണറാണ്. പാട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും, പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും അതിലെ അംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിലെ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അക്കാദമിക്കാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. എന്നാണ് എം എൻ ഗോവിന്ദൻ നായർ അന്ന് ചോദ്യത്തിന് മറുപടിയായി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. 1968 തൊട്ട് ഇങ്ങോട്ടുള്ള കാലം ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരികയും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ വലിയ തോതിലുള്ള വിദ്യാർത്ഥി രോഷം പുറത്തു വന്നപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികളെ മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ മോശമായി ട്രീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ പൊതു ഉപയോഗത്തിന് വേണ്ടിയുള്ള ഭൂമിയിൽ 100-300 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഒരു കുടുംബം, ഒരു വ്യക്തി, 1-2 വ്യക്തികൾ കൈവശം വെച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ മൂക്കിന് താഴെ തലസ്ഥാനത്ത്. ഇപ്പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ, ഇടത് രാഷ്ട്രീയ സംഘടനകളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും കാലം? ഈ വാർത്തകൾ ശരിയാണ് എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരുകളുടേത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ വലിയ വീഴ്ചയായി തിരിച്ചറിയുന്നുണ്ടോ ഇപ്പോൾ? ഒന്ന്, ഈ ഒരു ചർച്ചയെ 2 തലത്തിൽ സമീപിക്കേണ്ടി വരും. ഒന്നാമതായി ലോ അക്കാഡമിയിൽ ഉയർന്നു വന്ന അതിശക്തമായ വിദ്യാർത്ഥി സമരം, അവിടുത്തെ പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെ, ഇന്റേണൽ അസസ്മെന്റ് പീഡനങ്ങൾക്കെതിരെ, ഹോസ്റ്റലുകളിലെ സ്വകാര്യതകൾ പോലും ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന സംസ്കാരത്തിനെതിരെ, വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമുള്ള കോളേജ് അധികൃതരുടെ മനുഷ്യത്വ വിരുദ്ധമായ സമീപനത്തിനെതിരെ ഉയർന്ന ഒരു വലിയ രോഷപ്രകടനമാണ് അവിടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന സമരം. SFI ഉൾപ്പെടെ ആ സമരത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നിൽക്കുകയാണ്. തീർച്ചയായും ആ സമരം വിജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഗവൺമെന്റും വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യത്തോട് വളരെ ഗുണപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. രണ്ടാമത്തേതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഭൂമി കുംഭകോണവും ആയി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ ഭാഗം നമ്മുടെ മുന്നിൽ വരുന്നത്. വാണിജ്യേതര ആവശ്യത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുക്കുന്ന ഭൂമി വിദ്യാഭ്യാസ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വരികയും ഗവൺമെന്റ് നടപടി സ്വീകരിക്കുകയും വേണം. വിദ്യാഭ്യാസത്തെ ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് ട്രസ്റ്റ് രൂപീകരിക്കുന്ന കാലയളവിൽ തന്നെ 1968 അന്നത്തെ കൃഷിമന്ത്രി കൊടുത്ത നിയമസഭയിലെ മറുപടിയെയും അതിന്റെ രേഖയെയും ഒക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുക്കുന്ന കാര്യത്തെ വിദ്യാഭ്യാസ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ എന്നല്ല, ഏതൊരു ട്രസ്റ്റ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് എന്റെ നിർദ്ദേശം. ഇനി മറ്റൊന്ന്, ഇത്തരം സ്ഥാപനങ്ങൾ വലിയ തുക, പ്രത്യേകിച്ച് നഗരമധ്യത്തിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുകയും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുക, അതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുപോവുക എന്നതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും ശ്രീ ഷിജു ഖാൻ, പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന സർക്കാരുകൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടതല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ? അതായത് ഇങ്ങനെയുള്ള വിദ്യാർത്ഥി രോഷം, ഒരു ജിഷ്ണു പ്രണോയ് എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെല്ലാം വന്ന ആരോപണങ്ങളുടെയും പ്രശ്നങ്ങൾ പുറത്തുവരലിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ലോ അക്കാദമിയിൽ നിന്ന് വാർത്തകൾ വരികയും വിദ്യാർത്ഥി സമരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഈ 68 തൊട്ട് ഇങ്ങോട്ട് ഒരു കുടുംബം, അതിനകത്ത് 1-2 ആളുകൾ ഒരു ട്രസ്റ്റ് എന്ന നിലക്ക് സർക്കാരിനെയും പൊതു ജനങ്ങളെ ആകെ തന്നെയും വഞ്ചിച്ചുകൊണ്ട് ഇത്ര വലിയ ഭൂമി തലസ്ഥാനത്ത് കൈവശം വെച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റേത്, സർക്കാരുകളുടേത് ഒരു തരത്തിൽ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് ലജ്ജിപ്പിക്കേണ്ടതല്ലേ? ആ ലജ്ജയുടെ ഒരു വലിയൊരു ഭാഗം ഇടതുപക്ഷ സർക്കാരുകൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? നമ്മൾ അവിടെ ഉയർന്നു വന്ന വിദ്യാർത്ഥി സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. പക്ഷേ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രേഖകൾ, ഇപ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി സമാഹരിച്ച, നിങ്ങൾ നിരവധി രേഖകൾ സമാഹരിച്ചുകൊണ്ട് പുറത്തുവിട്ട ഇത്തരം തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ ഗവൺമെന്റിന് അത് പരിഗണിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. ലോ അക്കാഡമിയുടെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പഠിച്ചു വന്ന നിരവധി മിടുമിടുക്കരായ വിദ്യാർത്ഥികളുണ്ട്. അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തിയവരുണ്ട്, രാഷ്ട്രീയ സാമൂഹിക നിയമ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്.
കൊടുത്തവരുണ്ട്, വ്യക്തിമുദ്ര പതിപ്പിച്ചവരുണ്ട്. തീർച്ചയായും ഈ സ്ഥാപനം വിദ്യാർത്ഥികളുടെ, ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇന്ന് ആ സമരം ഉയർന്നു വരാനുള്ള അടിസ്ഥാനപരമായ കാരണം. താങ്കളിലേക്ക് ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ കൂടെ കൊച്ചിയിൽ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ CR നീലകണ്ഠൻ, 1968 3 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് നൽകി ഈ സമാധാനം നാരായണൻ നായർ. അദ്ദേഹത്തിന് 3 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് നൽകി ശ്രീ M.N. ഗോവിന്ദൻ നായർ മന്ത്രിയായിരിക്കെ ഇടതുപക്ഷ സർക്കാർ. പിന്നീട് അത് 76-ൽ പാട്ടക്കാലാവധി നീട്ടി നൽകി, 85-ൽ ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകുകയും ചെയ്തു. ഈ 68-ൽ ഈ ഭൂമി നൽകുമ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു നിയമവിദ്യാലയത്തിന്, നിയമകലാലയത്തിനാണ് ഈ ഭൂമി നൽകുന്നത് എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഭിഭാഷകരും നിയമരംഗത്തെ വിദഗ്ധരുമടക്കമുള്ള ആളുകൾ പാട്രൺസ് ആയിട്ടുള്ള, രക്ഷാകർത്താക്കളായിട്ടുള്ള ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, കലാലയം തുടങ്ങുക എന്നതായിരുന്നു മുന്നോട്ട് വെക്കപ്പെട്ട കാര്യം. കലാലയം മികച്ച തോതിലായിട്ടില്ല എന്നതാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന സമരം മറ്റു കാര്യങ്ങളും തെളിയിക്കുന്നത്. എന്നാൽ 100-300 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഒരു കുടുംബം കൈവശം വെച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ മൂക്കിന് താഴെ, സർക്കാരുകളുടെ മൂക്കിന് താഴെ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം. എത്രമേൽ വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സർക്കാരുകൾക്കുണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് സർക്കാരുകൾക്ക് ഇമ്മട്ടിൽ ഭൂമിയുടെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ വലിയ ചർച്ചയൊക്കെ നടക്കുക, സ്വാശ്രയ കോളേജിൻ്റെ സമരങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാലത്ത് അതിന് മുമ്പ് തന്നെ നിയമരംഗത്ത് സ്വാശ്രയ കോളേജ് എന്ന രൂപത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നിയമരംഗത്ത് വളരെ മുമ്പേ സ്വാശ്രയ കോളേജായത് വർക്ക് ചെയ്യാണ്. 2, ഇതിനെതിരെ ഒരു ശബ്ദം ഉയരാത്തതിന് കാരണം രാഷ്ട്രീയ രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പ്രമുഖർക്ക് അവിടെ പ്രവേശനം കിട്ടിയിരുന്നു. അതിന് വലിയൊരു, ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ നേതാവിനും അവിടെ പ്രവേശനം കിട്ടിയിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വലിയൊരു പങ്കും അവിടെ ഈ പറഞ്ഞ സ്വാശ്രയ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടി പാസ്സായ വന്നിട്ടുള്ള ആളുകളാണ്. ഞാനവരുടെ പേരൊന്നും പറയുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യുമ്പോഴും ഈ കോളേജ് അവിടെയുണ്ട്. 1. ഭൂമിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ രാഷ്ട്രീയ സ്വാധീനം അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിൻ്റെ ഏറ്റവും മൂർത്ത രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജിഷ്ണു പ്രണോയ് മരിക്കുന്നതിന് മുമ്പും ഈ കോളേജ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കുറേ കാലമായിട്ട് ഈ കോളേജ് ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പോവാത്ത ആളുകൾക്ക് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ ഇന്റേണൽ മാർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അറ്റൻഡൻസും കൊടുക്കും. അവരോട് ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് അവർ മാർക്ക് കുറച്ചും, പരീക്ഷ എഴുതിയാലും മാർക്ക് കുറയ്ക്കും. ടെസ്റ്റ് പേപ്പർ ഒന്നും എഴുതാതെ, ഇന്റേണൽ ഒന്നും എഴുതാതെ, അവിടെ സെമിനാർ ഒന്നും ചെയ്യാതെ തന്നെ അവിടെ പാസ്സായി പോകുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. കാരണം അവിടെ ക്ലാസ്സിൽ പോയില്ലെങ്കിലും പാസ്സാവും. പിന്നെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞത്, ഈ ക്രമക്കേട് ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ ക്രമക്കേട് കുറെ കാലമായി തുടരുന്നു. ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ വിഷയം വന്നപ്പോൾ, വിദ്യാർത്ഥികൾ സ്വമേധയാ മുമ്പോട്ട് വന്നപ്പോൾ, വിദ്യാർത്ഥി സംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന് ഉണ്ടായ ഒരു സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭൂമിയുടെ വിഷയം പൊങ്ങി വന്നിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ, സനീഷ് പറഞ്ഞതുപോലെ 68 മുതൽ അല്ലെങ്കിൽ 85 മുതൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് ഇവിടുത്തെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂമി, പൊതുഭൂമി കയ്യേറിയിട്ടുള്ള ആളുകൾക്കൊക്കെ രാഷ്ട്രീയ സംരക്ഷണം എല്ലാ കാലത്തും കിട്ടിയത് കൊണ്ട് തന്നെയാണ് പൊതുഭൂമി കയ്യേറ്റം നടന്നിട്ടുള്ളത്. അത് എസ്റ്റേറ്റ് ഭൂമിയാണെങ്കിലും പൊതുഭൂമിയാണെങ്കിലും പാറ്റൂർ ഭൂമിയാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഇവിടെ ഈ വിദ്യാലയത്തിലെ നിയമത്തിനപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും രാഷ്ട്രീയ കക്ഷികളുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടായി. ഒരു നിമിഷം ശ്രീ CR നീലകണ്ഠൻ, ഈ കാലത്തിനിടയിൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കാലത്തിനിടയിൽ സംസ്ഥാനത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ, വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഭൂമി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്നു. അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പലയിടങ്ങളിലായി പിടിച്ചെടുക്കുന്ന വലിയ തോതിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. നടപടികളുണ്ടായി, അങ്ങേയറ്റം ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത നടപടികൾ പോലും അക്കാര്യത്തിലുണ്ടായി. അപ്പോഴൊന്നും പക്ഷേ ഇങ്ങനെ തലസ്ഥാനത്ത് ഒരു കലാലയത്തിൻ്റെ പേരിൽ സർക്കാർ നൽകിയ സ്ഥലം, പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാതെ ഒരു കുടുംബം കൈവശം വെച്ചിരിക്കുന്നു എന്നത്, അതും ഇത്രമാത്രം ഏക്കർ കണക്കിന് ഭൂമി അത് കൈവശം വെച്ചിരിക്കുന്നു എന്ന ചർച്ച പോലും പുറത്തേക്ക് വരാതിരുന്നത് എന്തുകൊണ്ടാകണം? ഇക്കാലത്തിനിടയിൽ 68 തൊട്ട് അല്ലെങ്കിൽ 85 തൊട്ട് ഇങ്ങോട്ടുള്ള കാലത്തിനിടയിൽ ഭൂമി
അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വിവാദ വിഷയമായ കാലത്തൊന്നും ഇക്കാര്യം ചർച്ചയാകാതെ പോയത് എന്തുകൊണ്ടായിരിക്കണം? തീർച്ചയായിട്ടും ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില കയ്യേറ്റങ്ങൾക്ക് സർവകക്ഷി സമവായം ഉണ്ടായിട്ടുണ്ട്. ആരെ എതിർക്കാൻ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെങ്കിലും അതങ്ങനെ പോട്ടെ. എല്ലാവർക്കും സഹായം കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ. അതുകൊണ്ട് ആരും പറയില്ല. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടാതിരുന്നത്. ഇപ്പോൾ ഇന്നലെയാണല്ലോ VS അച്യുതാനന്ദൻ അവിടെ വന്ന് ഈ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അറിയാതിരുന്നതാവാം, വ്യക്തിപരമായി അറിയാതിരുന്നതാവാം. പക്ഷേ സനീഷ് ചോദിച്ചതുപോലെ ഇത്രയും പ്രകടമായ ഒരു ദുരുപയോഗം എന്തുകൊണ്ട് കണ്ടില്ല നമ്മുടെ ഉദ്യോഗസ്ഥർ കാണാത്തതാണോ? രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണാത്തതാണോ? എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായും ഒരു സർവകക്ഷി സമവായം ഉണ്ടായിട്ടുണ്ട് ഈ അഴിമതിക്ക്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ മാത്രം വിഷയമല്ല, ഇടത് കക്ഷിയോ വലത് കക്ഷിയോ അല്ല, എല്ലാവരും ഇതിന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ ഞാനതാ പറഞ്ഞേ, സ്വാശ്രയ കോളേജിലെ കൊള്ള, അവിടെ നടക്കുന്ന ഈ പറഞ്ഞ നിരവധി പീഡനങ്ങൾ ജിഷ്ണു പ്രണോയിയുടെ അന്നുണ്ടായതാണോ? SFIയുടെ സഖാവോട് ഇരിക്കുന്നുണ്ടല്ലോ, ഞാനും കുറേ കാലം SFI വർക്ക് ചെയ്തതാണ്. അത് ഈ ഒരു വിഷയം പുറത്തു വരുമ്പോൾ മാത്രമാണോ, അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ മാത്രമാണോ, അല്ലെങ്കിൽ കുറച്ച് കോളേജിൽ മാത്രമാണോ നിലനിൽക്കുന്നത്? ഞാൻ തിരിച്ചു വരാം. താങ്കളിലേക്ക് ശ്രീ ബിനോയ് വിശ്വം, ഈ ഭൂമി കൈമാറുന്ന 68-ൽ തന്നെയും നിയമസഭയ്ക്കകത്ത് ഈ ചോദ്യം ഉയർന്നിരുന്നു. MN ഗോവിന്ദൻ നായർ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ സമാധാനം നാരായണൻ നായർ നിങ്ങളുടെ പാർട്ടിക്കാരനാണ്, അയാൾക്ക് വെറുതെ ഭൂമി കൊടുത്തിരിക്കുകയാണോ എന്ന മറ്റുള്ള ചോദ്യത്തിന് ലോ അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്രത്യേകം വ്യക്തിയുടെ വകയല്ല, അതിലെ ചീഫ് പാട്രൺ ബഹുമാനപ്പെട്ട ഗവർണറാണ്. പാട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും അതിലെ അംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിലെ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അക്കാദമിക്കാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത് എന്നാണ് മന്ത്രിയുടെ മറുപടി. നിയമസഭാ രേഖകൾ എന്നുള്ളതാണത്. ഇങ്ങനെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ലോ കോളേജിന് വേണ്ടി ഭൂമി കൈമാറുന്നു. അത് കാലങ്ങൾക്കിപ്പുറം അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധമായുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇടമായിട്ട്, ഒരു ജയിലായിട്ട് മാറുകയും അതൊരു കുടുംബം കൈവശം വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഹോട്ടലും റെസ്റ്റോറൻറ്റും അടക്കമുള്ളവ നടക്കുന്നതായി ഈ സർക്കാർ നല്ല ഉദ്ദേശത്തിൽ കൊടുത്ത ഭൂമി മാറുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇക്കാലത്തിനിടയിൽ വന്ന ഇടത് സർക്കാരുകൾ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകാതിരുന്നത്? അത് ആ കുടുംബത്തിന് ഈ സർക്കാരുകളിലും ഇടത് പാർട്ടികളിലും അടക്കമുള്ള സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ ഈ സർക്കാരുകൾ ഇതിൻ്റെ പേരിൽ നാട്ടുകാരോട് മാപ്പ് പറയേണ്ടതല്ലേ? ഭൂമി പാട്ടത്തിന് കൊടുക്കുമ്പോൾ ആ പാട്ടത്തിന്റെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയുടെ ഒന്നാമത്തെ കാര്യം, എന്തിനു വേണ്ടിയാണോ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത്, ആ ലക്ഷ്യം, ആ പർപ്പസ്, ആ കാര്യം നിറവേറ്റുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പർപ്പസിൽ നിന്നും വ്യതിയാനമുണ്ടായാൽ, പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് മാറിയാൽ ആ ഭൂമി നിയമപ്രകാരം തിരിച്ചുപിടിക്കാനുള്ള അധികാരം നിക്ഷിപ്തമാണ് ഗവൺമെന്റിൽ. അതുകൊണ്ട് ഞാനിതൊരു പാർട്ടിയുടെയോ ഒരു വകുപ്പിന്റെയോ മാത്രം പ്രശ്നമായി കാണുന്നില്ല. ഇവിടെ പ്രത്യക്ഷമായിട്ട് കേൾക്കുന്ന എല്ലാ വിവരങ്ങളും നോക്കുമ്പോഴത്തേക്കും ലോ അക്കാദമിയുടെ പേരിൽ 68-ൽ രൂപീകൃതമായ ട്രസ്റ്റ് അന്ന് പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറിപ്പോയതായും, ആ കോളേജിന്റെ സ്ഥലത്ത് ഒരു കോളേജിന് ഒരിക്കലും ആവശ്യമില്ലാത്ത പലതും നടക്കുന്നതായിട്ടും ഞാൻ വാർത്തയിൽ കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്, മന്ത്രിസഭയ്ക്ക് ആ കാര്യം ചർച്ച ചെയ്തിട്ട് ആ പാട്ട കരാർ റദ്ദാക്കാം, ആ ഭൂമി തിരിച്ചു പിടിക്കാം. ഇതിനകത്തൊന്നും CPIക്ക് ഒരു സംശയവുമില്ല. അപ്പോൾ ശ്രീ ബിനോയ് വിശ്വം, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാരുകളുടെ കൈവശമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്ന് വെച്ചാൽ 68 തൊട്ട് ഇവരിങ്ങനെ നിയമത്തെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞുകൊണ്ട്, സർക്കാരിന് കൊടുത്ത വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി, സംവിധാനങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തില്ല. കൊടുത്ത രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വം എന്ന നിലക്ക് CPIക്ക് ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള കാര്യങ്ങളും നോക്കേണ്ടതില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് CPIയെ വലിച്ചിഴച്ച് കൊണ്ടുവരാനും ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം CPIക്ക് മേലോ LDFന്റെ മേലോ എല്ലാം കെട്ടിയേൽപ്പിക്കാനുമുള്ള അമിതമായ ഒരു വാസന കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനതിനെ അങ്ങനെ മാത്രമേ വിളിക്കൂ. അതൊരു അമിതമായ വാസനയാണ്. CPI അന്ന് 68-ൽ ഒരു നിശ്ചിതമായ ലക്ഷ്യത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടി നിയമപ്രകാരം അപേക്ഷ കിട്ടി. ഒരു ട്രസ്റ്റിന് അപേക്ഷ കൊടുക്കുന്നു.
അപേക്ഷയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു ലോ അക്കാഡമി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, നിയമ വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ വിദ്യാഭ്യാസം നടക്കും, അതുമായി ബന്ധപ്പെട്ട ഗവേഷണം ഉണ്ടാകും, അതെല്ലാം വേണ്ടി സ്ഥലം വേണം ആവശ്യപ്പെട്ടുകൊണ്ട് നിയതമായ ചട്ടങ്ങളാൽ രൂപീകൃതമായ ഒരു ട്രസ്റ്റ്, ആ ട്രസ്റ്റിന്റെ ഉള്ളടക്കത്തെ പറ്റി ഇവിടെ അന്നത്തെ മന്ത്രി പറഞ്ഞ കാര്യം വായിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയാൽ ഗവൺമെന്റ് നിയമപ്രകാരം ആ അപേക്ഷ പരിഗണിച്ച് നിയമപ്രകാരം അത് പ്രോസസ്സ് ചെയ്ത് അവിടെ സ്ഥലം കൊടുത്തു. ആ കൊടുത്ത സ്ഥലത്ത് പിന്നെ എന്തെല്ലാം ഉണ്ടായതിനെ പറ്റിയുള്ള നിരന്തരമായ പരിശോധനയ്ക്ക് കഴിയാതെ പോയത് മാറി 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 വന്ന ഗവൺമെന്റ് സംവിധാനങ്ങളുടെ വീഴ്ചകളെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ആ വീഴ്ച ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ വീഴ്ചയ്ക്ക് ഇനി ഇപ്പോൾ വേണ്ടത് തിരുത്തലാണ്, പരിഹാരമാണ്. ആ പരിഹാരത്തെ പറ്റിയുള്ള ഒരു കാര്യത്തിലും CPIക്ക് ആശയക്കുഴപ്പങ്ങളേയില്ല. നിയമവിരുദ്ധമായിട്ടുള്ള ഭൂമി കൈവശം വയ്ക്കാൻ ഒരാൾക്കും അവകാശമില്ല. അതായത് തന്നെയാണെങ്കിലും ആ ഭൂമിയുടെ അന്നത്തെ ലക്ഷ്യങ്ങളിൽ നിന്നും അതിന്റെ അന്നത്തെ വ്യക്താക്കൾ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ, ആ ട്രസ്റ്റ് അതിന്റെ പർപ്പസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ആ ലീസ് ഡീലിന്റെ ഓരോരോ ഉപാധികളും ഇന്നിപ്പോൾ ബോധപൂർവമായിട്ട് വിസ്മരിക്കപ്പെട്ടുവെങ്കിൽ ഒരു സംശയവും വേണ്ട. അവർ മറുപടി പറയേണ്ടത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ബിനോയ് വിശ്വം. ഞാൻ താങ്കളെ അല്പസമയം കൂടെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നിപ്പോൾ അവിടെ നിന്ന് ഈ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പീഡനത്തിന്റെ കഥകൾ വന്നില്ലായിരുന്നുവെങ്കിൽ ലോ അക്കാദമി ഇങ്ങനെ തന്നെ പോകുമായിരുന്നു. അവിടെ ഹോട്ടൽ വരുമായിരുന്നു, ഒരുപക്ഷെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ വരുമായിരുന്നു. ആ ഭൂമി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കപ്പെട്ടേനെ. ആരാണ് ഇതിൽ കുറ്റക്കാർ? കുറ്റക്കാരാരുമില്ല. ഇങ്ങനെ ഒരു കുറ്റം നടന്നിട്ടുണ്ടോ എന്ന് കണ്ട് തള്ളിക്കളയാൻ പറ്റുമോ നമുക്ക്? സനീഷ്, എനിക്ക് കുറച്ച് സമയം തരണം. ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഈ ലൈനിലുള്ളതുകൊണ്ടാണ്. ഇത് ഞാനീ പറഞ്ഞല്ലോ, പിന്നെ 68-ൽ ഇത്തരത്തിൽ ഭൂമി കൊടുക്കുന്നു. ആ ഭൂമി കൊടുക്കുമ്പോൾ ഞാൻ അന്നത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തി പറയല്ല. ആ ഭൂമി കൊടുക്കുമ്പോൾ ആ സർക്കാർ തന്നെ ചില മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. ഇന്ന ആളുകൾ ഉൾപ്പെടുന്ന സമിതിക്കാണ് ഈ ഭൂമി കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് ആ രീതിയിലേക്ക് അത് ഇന്നെഫക്റ്റ് വന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് എവിടെയാണ് വീഴ്ച എന്ന അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അത് നിൽക്കട്ടെ. അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം 3 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തു, പിന്നീട് 30 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തു. ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലെ അംഗമായ നാരായണൻ നായർ സാറിൻ്റെ മകൻ തന്നെ പറഞ്ഞത് ഇത് ഇപ്പോൾ അവർക്ക് പതിച്ചു കിട്ടിയെന്നാണ്. പതിച്ചു കിട്ടിയത് 1988-ലാണ്. മിനിമം സംശയം എനിക്കുണ്ടാകുന്നത് 1988-ൽ ഇത് പതിച്ചു കൊടുക്കുമ്പോൾ ഇത് പാട്ടത്തിന് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയിരുന്നതെങ്കിൽ അത് മനസ്സിലാക്കുമായിരുന്നല്ലോ. ഇങ്ങനെയുള്ളൊരു ബോഡിക്കാണ് കൊടുത്തിരുന്നത്. 1968-ൽ കൊടുത്ത കണ്ടീഷൻസ് ഇതായിരുന്നു. ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് 88 വരെ പ്രവർത്തിച്ചിട്ടാണ് അത് പതിച്ചു കൊടുത്തതെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടനെ. പക്ഷേ 88 പതിച്ചു കൊടുത്തപ്പോഴും 68-ൽ കൊടുത്ത കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് മറിച്ച് നോക്കിയില്ല എന്നുള്ളതാണ് വസ്തുത. അതിനും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് പരിശോധനയിലെ തെളിവ്. ഞാനതൊന്നും പറയാൻ ആളാകില്ലെങ്കിൽ പോലും എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ട്രസ്റ്റിന്, ഈ സൊസൈറ്റിക്ക് ഈ ഭൂമി കൊടുത്തതും കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് സർവകലാശാലയിൽ ലഭ്യമല്ല. ആ രേഖകൾ ഉണ്ടാകേണ്ടത് അഫിലിയേഷൻ കൊടുക്കുന്ന ഫയലുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ വിഷയം പുറത്തു വന്നത് തന്നെ ഞാൻ ഇതിൻ്റെ പുറകെ പോയതുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ അവകാശവാദം ഒന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കെ തന്നെ കാരണം ഞാൻ പുറത്ത് പറഞ്ഞാൽ വെറുതെ വാക്കാൽ പറയുകയാണ്. ഞാൻ എൻ്റെ പേരിൽ തന്നെ RTI കൊടുത്തു. ഈ കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഫയലിൻ്റെ മുഴുവൻ കോപ്പിയും വേണം. എനിക്ക് തന്ന മറുപടി അത്തരത്തിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ഇവിടെ ഇല്ലെന്നാണ്. ആ ഫയലിൽ ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് മറുപടി തന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനെ തുടർന്ന് പിന്നെ കൂടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അഫിലിയേഷന് തന്നിരിക്കുന്ന ഫയലിനകത്താണ് ഈ ലാൻഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാകേണ്ടത്. ഒന്നുമില്ല. ഇത് 82-ൽ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് 1982-ൽ ഈ കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ കൊണ്ടുപോയപ്പോൾ ഈ രേഖകൾ നഷ്ടപ്പെട്ടതായി ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സിൻഡിക്കേറ്റിൽ. ഇരിക്കട്ടെ, 1982-ൽ നഷ്ടപ്പെട്ടു. ശരി, 1988-ൽ ഇത് പതിച്ചു കൊടുക്കുമ്പോൾ പിന്നെ സംഭവം സർക്കാരിലും ശ്രദ്ധിച്ചില്ല. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണർ ചീഫ് പേട്ടർനായും മുഖ്യമന്ത്രി പേട്ടർനായും വേണമെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. അതും നിൽക്കട്ടെ. ഇപ്പോൾ കണ്ടിന്യൂൻസ് ശ്രീ G. സുധാകരൻ, പഴയ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. അദ്ദേഹം 1997-ൽ അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു. ലോ അക്കാഡമി ലോ കോളേജുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അക്കാഡമിയുടെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ പറഞ്ഞത് 1968-ൽ ഈ കോളേജിന് അഫിലിയേഷൻ നൽകി. അതിനുശേഷം 1993-ൽ ഈ കോളേജിന് പെർമനൻറ്റ് അഫിലിയേഷൻ നൽകി. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന രേഖകൾ പ്രകാരം 82 മുതൽ ഈ കോളേജിൻ്റെ രേഖകൾ സർവകലാശാലയിലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ 93-ൽ എങ്ങനെയാണ് ഇതിന് പെർമനൻറ്റ് അഫിലിയേഷൻ കൊടുക്കുന്നത്? ശ്രീ ബിനോയ് വിശ്വം, അന്നത്തെ സർക്കാരിൻ്റെ MN ഗോവിന്ദൻ നായർ എന്ന മന്ത്രിയുടെ EMS എന്ന മുഖ്യമന്ത്രിയുടെ അന്നത്തെ പൊതുവിൽ ഈ പാർട്ടികളുടെ ഒന്നും ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല. ഒരു കലാലയം, ലോ അക്കാഡമി വരണം എന്ന
നല്ല ഉദ്ദേശമായിരിക്കണം അവരെ നയിച്ചിട്ടുണ്ടാവുക. പക്ഷേ അപ്പോൾ തന്നെയും ശ്രീ ജ്യോതികുമാർ ചാമക്കാല അല്പം മുമ്പ് ചോദിച്ച ആ ചോദ്യം പ്രസക്തമാണല്ലോ. 88-ൽ ഇത് പതിച്ചു കൊടുക്കുമ്പോഴെങ്കിലും സർക്കാരിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇവർ പാലിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കാൻ പാടില്ലായിരുന്നോ? ഇത് ഇമ്മട്ടിലാണോ സർക്കാരുകളും ബന്ധപ്പെട്ട വകുപ്പുകളും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമൊക്കെ കാര്യങ്ങളെ കാണുന്നുണ്ടാവുക? ഏത് നിലക്കാണ് ഈ വീഴ്ചയെ നമുക്ക് ന്യായീകരിക്കാനാവുക? കാര്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും വീഴ്ചയല്ല എന്ന് സ്ഥാപിക്കാനല്ല. വീഴ്ചകൾ എന്നുണ്ടായാലും വീഴ്ചകൾ തന്നെയാണ്. ആ വീഴ്ചകൾ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ കണ്ണിലുണ്ട്, ജനങ്ങളാകെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണാൻ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിനും അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്റെ പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കുമുള്ള ബാധ്യതയെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പകരം ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDFന് ഇതിനകത്ത് ഒരു പൊതുനയമേ എടുക്കാൻ പറ്റും. ഭൂമികളുടെ വിഷയത്തിൽ കൃത്യമായിട്ടും ഭൂപതിവിന്റെ നിയമങ്ങളുണ്ട്, ഭൂമിയുടെ പാട്ട വ്യവസ്ഥകളുണ്ട്. പാട്ടത്തിന് ഭൂമി കൊടുക്കുമ്പോൾ അത് ആക്കി കൊടുത്താലും ശരി, പാട്ട വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥയുണ്ട്. ആ ലീസ് ഡീഡിൽ പറയുന്ന കാര്യങ്ങൾ പരിപാലിക്കപ്പെടേണ്ടവയാണ്. അത് എന്ന് ലംഘിക്കപ്പെട്ടു എന്ന കാര്യമല്ല ഏറ്റവും മുഖ്യമായ കാര്യം. ഇപ്പോൾ അവ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു, ലംഘിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് അന്ന് പറഞ്ഞോ ആ വ്യവസ്ഥകളെല്ലാം ഇന്നിപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത് പാലിക്കാൻ അതിന്റെ നടത്തിപ്പുകാർ കഴിയാതെ പോയിരിക്കുന്നു. ആ ചുറ്റുപാടിൽ പാട്ട വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട ഒരു ഭൂമിയുടെ കാര്യത്തിൽ ഒരു സർക്കാർ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ആ ഭൂമി നമുക്ക് തിരിച്ചുപിടിക്കാനാകുമോ? ലോ അക്കാദമി സർക്കാർ നിയന്ത്രണത്തിലുള്ള കലാലയമാക്കാനാകുമോ? ആ ഭൂമി നമുക്ക് തിരിച്ചുപിടിക്കാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുണ്ടാകാവുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതിന്റെ രേഖകളൊന്നും തന്നെ കേരള സർവകലാശാലയ്ക്കകത്തില്ല എന്നാണ് മറുപടി. രേഖകളില്ലാത്തത് അവർക്ക് അനുകൂലമായല്ലേ വരിക? എങ്ങനെയാണ് ഭൂമി സർക്കാരിന്റെ അധീനത്തിലേക്ക് തിരിച്ചുപിടിക്കാനാവുക? അക്കാദമിയെ കൊള്ളാവുന്ന ഒരു കലാലയമാക്കി മാറ്റാനാവുക? അക്കാദമിയെ പോലൊരു സ്ഥാപനം നശിച്ചു പോകാൻ പാടില്ല. അതിന്റെ ഇപ്പോഴത്തെ പോക്ക് തീർച്ചയായിട്ടും തെറ്റായ ദിശയിലാണ്. അതിന് പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് അക്കാദമിയെ അതിന്റെ ഇന്നത്തെ ദിശാബോധം തെറ്റിയ പാതയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ദിശാബോധമുള്ള ശരിയായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കാനുള്ള നടപടികൾ ആവശ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിനകത്ത് ഈ പറയുന്ന ലീസ് ഡീഡെല്ലാം ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ ഭൂമി തിരിച്ചുപിടിക്കലിന്റെ വിഷയമുണ്ട്. ഈ കോളേജിനെ ഒരു അന്തസ്സുള്ള മാന്യമായ ഈ സംസ്ഥാനത്തിന് മുഴുവൻ ശതമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ ആവശ്യമായ നടത്തിപ്പറ്റ കാര്യങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളെ പറ്റിയെല്ലാം അതിന്റെ വിദ്യാഭ്യാസപരമായും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം തീർച്ചയായിട്ടും ഗവൺമെന്റിന് പരിശോധിക്കാനാകണം. ആ പരിശോധനയിലൂടെ ഏറ്റവും ഉചിതമായ വഴിയിലൂടെ ഈ ലോ അക്കാദമിയെ രക്ഷിക്കാൻ വേണ്ട നടപടികളിലേക്ക് ഗവൺമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഭൂമിയെ തിരിച്ചുപിടിച്ച് ഈ വഞ്ചനയ്ക്ക് ഉത്തരം പറയിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള അനവധിയായിട്ടുള്ള കേസുകൾ, ഒരിക്കൽ എത്ര വലിയ പാട്ടലംഘനം നടത്തിയാലും ഒരിക്കൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ച് പൊതു ആവശ്യത്തിലേക്ക് സർക്കാരിൻ്റെ കൈവശത്തിലേക്ക് വരിക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. താങ്കൾക്കതറിയാം. ആ അർത്ഥത്തിൽ വലിയ പാട്ടലംഘനം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ് ഈ കച്ചവടം നടത്തിയത്. പിൽക്കാലത്ത് കുട്ടികൾക്ക് ജയിൽ സമാനമായി മാറിയ ഒരു അക്കാദമിയെയാണ്, ഒരു കലാലയത്തെയാണ് ഉണ്ടാക്കി വെച്ചത്. സ്വന്തം ഒരു കുടുംബത്തിൽ 4-5 ആളുകളുടെ മാത്രം അധീനതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. നമുക്കത് കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കാനൊന്നും ഈ സർക്കാരുകളുടെ ഭാഗമായി മാറി വന്ന സർക്കാരുകളും മന്ത്രിമാരും ഒക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ പറ്റുകയില്ലായിരിക്കാം. അവരോടുള്ള ചോദ്യങ്ങൾ തന്നെയും എവിടെയാണ് ചെന്ന് ചോദിക്കേണ്ടതെന്ന് നമുക്കറിയാത്ത സാഹചര്യവുമുണ്ട്. പക്ഷേ ഈ ഭൂമിയെ പൊതു ഉടമസ്ഥതയിലേക്ക് തിരിച്ചെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഒന്ന് സനീഷ് ചോദിച്ചതുപോലെ കേരളത്തിലെ ഭൂ ഉടമസ്ഥതയും പാട്ടക്കരാറുകളും അത് എസ്റ്റേറ്റുകളായാലും മറ്റ് കയ്യേറ്റങ്ങളായാലും നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. മിക്കപ്പോഴും ഗവൺമെൻറ്റുകൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഹാരിസൺ എസ്റ്റേറ്റ്, നിരവധി എസ്റ്റേറ്റുകളുടെ കാര്യത്തിൽ ഒരു ഗവൺമെൻറ്റും ഒരു തീരുമാനം എടുക്കില്ല. കാരണം പാട്ടത്തിന് കൊടുത്തുപോയാൽ പിന്നെ തിരിച്ചു പിടിക്കൽ വലിയ പാടാണ്. അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. ഇപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് മറിച്ചു വിട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ പോലും ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ വിഷയം, എനിക്കിതിൽ സംശയമുള്ളത്, ഇതൊന്നും വേണ്ട, അവിടെ കെട്ടിടം പണിയാൻ ചെല്ലുമ്പോൾ പെർമിറ്റ് കൊടുത്തപ്പോൾ എന്തായിരിക്കും, എന്ത് തരത്തിലുള്ള ഭൂമിയിൽ കെട്ടിടം പണിയാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?
ഹോട്ടലും ഷോപ്പിംഗ് കോംപ്ലക്സും റെസിഡൻഷ്യൽ ഏരിയയും പണിയാൻ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം പെർമിഷൻ കൊടുക്കണമല്ലോ. എനിക്ക് 5 സെൻറ്റിൽ ഭൂമി വയ്ക്കണമെങ്കിൽ ഞാനൊരു വീട് വയ്ക്കണമെങ്കിൽ 1000 രേഖ ഞാൻ കൊണ്ടു കൊടുക്കണം. പോക്കുവരവ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതിന് ലോൺ എടുത്തിട്ടുണ്ടാവും ഇത് നിർമ്മിച്ചാൽ. ബാങ്കിൽ എന്ത് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്? മൂന്നാമത്തെ വിഷയം, ഞാൻ വിചാരിക്കുന്നത് 88-ൽ ഇത് പതിച്ചു കൊടുത്തു. പതിച്ചു കൊടുക്കുമ്പോൾ പതിച്ച് കിട്ടിയ ആൾക്ക് ലീസിൻ്റെ എഗ്രിമെൻറ്റ് ബാധകമാണോ? അറിയില്ല. പതിച്ച് കിട്ടിയാൽ പിന്നെ ലീസല്ലല്ലോ അത്, അപ്പോൾ ഒരു ഉടമസ്ഥതയാണ്. അങ്ങനെയാണ് രേഖയെങ്കിൽ നിയമം കുറച്ച് പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നു ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരുകൾക്ക് കഴിയില്ല. കാരണം അതിന് നിയമതടസ്സമുണ്ടാക്കാൻ എല്ലാ സാധ്യതകളുമുണ്ട്, സ്വാധീനങ്ങളുമുണ്ട്, അവർക്ക് അതിനുള്ള വഴികളുമുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കുക എന്നത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമായ കാര്യമല്ല. ഇപ്പോൾ സഖാവ് ബിനോയ് വിശ്വമൊക്കെ വളരെ ആവേശത്തോടെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രതീക്ഷ വളരെ കുറവാണ്. കാരണം അത്രയ്ക്കും സ്വാധീനവും ശേഷിയുമുള്ള ആളുകളാണ് ഈ കോളേജ് നടത്തുന്നത്. അതാണ് അവരെന്ത് നിയമലംഘനം നടത്തിയാലും അവരെ അതിൽ നിന്ന് ഒഴിവാക്കുക എന്നത്ര എളുപ്പമല്ല. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷിജു ഖാൻ, നിങ്ങളടക്കമുള്ള ആളുകൾ നടത്തുന്ന ഈ സമരം പരാജയപ്പെട്ടു പോകാനാണ് 99% സാധ്യത എന്നതിന് ഇതൊക്കെയാണ് തെളിവുകൾ. സർക്കാരിന് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ലംഘിച്ച് പാട്ടലംഘനം അതിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള തോതിൽ നടത്തി. എന്നിട്ടും 88-ൽ പതിച്ചു കിട്ടിയ ഭൂമി കുടുംബ സ്വത്താക്കി വെച്ച് അതിനകത്ത് ഹോട്ടലും റെസ്റ്റോറൻറ്റും നടത്തി അവിടെ പഠിക്കുന്ന കുട്ടികളെ പണിക്ക് നിർത്തി. നിയമലംഘനം അതിൻ്റെ ഏറ്റവും ഉന്നതമായ തോതിൽ നടത്തിയ സ്ഥാപനമാണത്. അവിടെയാണ് നിങ്ങൾ സമരം നടത്താൻ പോകുന്നത്, നിങ്ങൾ കുട്ടികൾ സമരം നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് പിന്തുണയില്ല. എന്തുകൊണ്ടെന്നാൽ 68 തൊട്ട് ഇങ്ങോട്ട് മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ നിന്ന് അങ്ങേയറ്റം അനുഭാവപൂർവമായ സമീപനം ലഭിച്ച ആളുകളാണ് അവർ അതിശക്തരാണ്. അവർക്ക് ഈ പറയുന്ന ഭൂമി മുഴുവൻ അവരുടെ കൈവശമുണ്ടായിട്ട് സാധാരണക്കാരനായ ഒരാൾ നടത്തുകയാണെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്ന പാട്ടലംഘനം അതിൻ്റെ ഉന്നതമായ തോതിൽ നടത്തിയിട്ടും ഗംഭീരമായി നടക്കുന്ന ആ സ്ഥാപനം, ആ കുടുംബത്തെ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല. സമരം നിർത്തിയിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത് കേട്ട് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സനീഷേ, ഈ ദീർഘമായ ചോദ്യത്തിന് എനിക്ക് ഹ്രസ്വമായ സമയം തരരുത്, ദീർഘമായ സമയം തരണം. നിങ്ങൾ ചോദ്യവും ഉത്തരവും നിഗമനങ്ങളും നിങ്ങൾ എത്തിക്കുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഈ സമരം പരാജയപ്പെടണമെന്നും സമരത്തോടുള്ള പുച്ഛമാണ് നിങ്ങളുടെ ഭാഷയിൽ കലർന്നിരിക്കുന്നത്. 99% ഈ സമരം പരാജയപ്പെടുമെന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ ഈ സമരത്തെ, 100 കണക്കിന് വിദ്യാർത്ഥികൾ നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തെ നിങ്ങൾ എന്തിനാ ഈ മൂന്നാംകട ഭാഷയിൽ പുച്ഛിക്കുന്നത്? സമരം പരാജയപ്പെടുമെന്ന് പറയാൻ നിങ്ങൾക്കൊരു അധികാരവുമില്ല സനീഷേ. പിന്നെ CR നീലകണ്ഠനെ പോലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സമരം എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനകൾ നിർബന്ധിക്കപ്പെട്ട ഗതികേട് കൊണ്ടാണെന്ന്. CR നീലകണ്ഠൻ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയിലേക്ക് ഇങ്ങനെ കണ്ണും തുറന്ന് വെക്കുന്നത് കൊണ്ട് കേരളത്തിൽ നടക്കുന്ന സമരം താങ്കൾക്ക് സമയമുണ്ട്. പക്ഷേ അതിന് ഈ ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമരം പരാജയപ്പെടുമെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ നടത്തിയ 68 തൊട്ട് ഇങ്ങോട്ട് നടത്തിയ നിയമലംഘനങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. അവർക്ക് മുന്നിൽ തന്നെയാണ് നിങ്ങൾ സമരം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമരം വിജയിക്കും, അവർക്ക് മുന്നിൽ വിജയിക്കുമെന്നതിന് തെളിവുകളൊന്നുമില്ല. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാവുന്ന കാര്യമാണ് കേരളത്തിന്. പക്ഷേ എന്റെ ചോദ്യത്തിൽ നിങ്ങളുടെ 99% പരാജയപ്പെടാനാണ് സാധ്യത എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ് അവരുടെ ഹിസ്റ്ററി, ഇതാണ് അവരുടെ ചരിത്രം. ആ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അവർക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുക. സനീഷ, നിങ്ങൾ പഠിപ്പിക്കേണ്ട, എനിക്ക് ഉത്തരം പറയാൻ അറിയാം. താങ്കൾ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പോയ സമയം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണല്ലോ താങ്കൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശ്രീ ഷിജു ഖാൻ, ഈ ചോദ്യത്തിനാണ് മറുപടി. സമരം പരാജയപ്പെടുമെന്ന നിങ്ങളുടെ പ്രസ്താവന സമരം പരാജയപ്പെടുമെന്ന പ്രസ്താവനയിൽ പിന്നോട്ട് പോകില്ല. സമരം പരാജയപ്പെടുമെന്ന പ്രസ്താവനയ്ക്ക് ഈ ഹിസ്റ്ററിയാണ് കാരണം, ഈ ചരിത്രമാണ്. അവർ 68 മുതൽ നടത്തിയ നിയമലംഘനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമരം വിജയിക്കുമെന്ന് കരുതാൻ ന്യായമില്ല എന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് നിഷേധിക്കാം, തള്ളിക്കളയാം, പക്ഷേ അതിന് തെളിവ് വേണം. എങ്ങനെയാണ് അതിന് മറുപടി തരൂ. എങ്ങനെയാണ് നിങ്ങളുടെ സമരം വിജയിക്കാൻ പോകുന്നത്? ചെയ്തികളെ സംബന്ധിച്ച് ഞാൻ പറയാം. മുൻകാല ചെയ്തികളെ സംബന്ധിച്ച് വാണിജ്യ ആവശ്യത്തിന് ഇത്തരം ഭൂമി ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ അത്തരം ഭൂമിയെ സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ ഗവൺമെന്റ് കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സനീഷ ഞാൻ. ഈ സമരത്തിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ മുദ്രാവാക്യം, സമരത്തിന്റെ വികാരമൊന്നും സനീഷിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് സമരത്തിന് ആധാരമായ മുദ്രാവാക്യത്തെ നിങ്ങൾ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട് സനീഷേ. താങ്കളുടെ വികാരം കഴിഞ്ഞെങ്കിൽ ഒരു ചോദ്യം കൂടെ. ശ്രീ ഷിജു ഖാൻ, എൻ്റെ ചോദ്യം വ്യക്തമാണ്. അതായത് ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണല്ലോ താങ്കൾ കേട്ടു, നമ്മൾ എല്ലാവരിലേക്കും പോയി വന്നു. 88-ൽ
ഈ ഭൂമി ട്രസ്റ്റിന് പതിച്ചു കൊടുക്കുമ്പോൾ തന്നെയും അവരുടെ മുന്നിൽ നിയമലംഘനത്തിൻ്റെ കണക്കുകളുണ്ട്. പക്ഷേ അവിടെ വന്നു, ഇപ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ പേപ്പറില്ല, രേഖകളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമരം വിജയിക്കട്ടെ, എൻ്റെ ആശംസ വേണമെങ്കിൽ അത് ഞാൻ തന്നേക്കാം. നിങ്ങളുടെ സമരം വിജയിക്കട്ടെ, എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ സമരം വിജയിക്കട്ടെ. പക്ഷേ അപ്പോൾ തന്നെയും സമരം പരാജയപ്പെട്ടു പോകാനാണ് സാധ്യത എന്ന് ഞാൻ പറയുന്നതിന് ആധാരമായ സംഗതി ഇതാണ്. ഇമ്മട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത നിയമലംഘനം നടത്തി വന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെന്ന് സമരം നടത്തിയാൽ ഈ സർക്കാർ അതിന് മുന്നിൽ വഴങ്ങുകയും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നിങ്ങളുടെ സമരം വിജയിക്കും എന്ന് കണക്കാക്കുക എങ്ങനെയാണ്? ആ പ്രത്യേകിച്ചും നിയമപരമായി മുന്നോട്ട് പോയാൽ രേഖകൾ പോലും ഇല്ല അവിടെ. എങ്ങനെയാണ് നിങ്ങൾ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? സനീഷ്, ഇത് രണ്ട് വിഷയമാണ്. നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉത്തരം പറയാൻ വല്ലാതെ വിഷമിക്കുമെന്ന് നിങ്ങൾ ഇങ്ങനെ മുൻകൂറായി മടിയില്ല. സമരം വിജയിക്കും. സമരത്തിന് ആധാരം ഞാൻ പറയട്ടെ സനീഷെ, സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കുക, ഇന്റേണൽ അസസ്മെന്റിന്റെ പീഡനം അവസാനിപ്പിക്കുക, ഹോസ്റ്റലുകളിൽ ഘടിപ്പിച്ച ക്യാമറ ഉൾപ്പെടെയുള്ള ഈ സ്വകാര്യതയെ ലംഘിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സമരം നടത്തുന്നത്. ഗവൺമെന്റ് ആ സമരത്തിൽ ഇടപെടുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു, സർവകലാശാലയുടെ ഉപസമിതി അന്വേഷിക്കുന്നു, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളീയ സമൂഹം കാത്തിരിക്കുന്നു ലോ അക്കാഡമിക്കെതിരായിട്ടുള്ള കർശനമായ നിയമ നടപടി. ഇത് സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം. രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഭൂമിയെ സംബന്ധിച്ച വിവാദം, ഇതിനെ സംബന്ധിച്ച രേഖകൾ, നിങ്ങളിപ്പോ സമാഹരിച്ച രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നിയമപരമായ വ്യവഹാരം നടത്താം. സർവകലാശാലയ്ക്കെതിരെ, ഏത് അധികാരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാം, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സമീപിക്കാം. കഴിഞ്ഞകാല ചെയ്തികളെ സംബന്ധിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് ഈ സമരമാകെ പരാജയപ്പെടുമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനോട് 1000 വട്ടം എനിക്ക് യോജിപ്പില്ല സനീഷേ. തീർച്ചയായും താങ്കളുടെ വിയോജിപ്പിനെ ആ നിലക്ക് തന്നെ ഞാൻ എടുത്തിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ഷിജു ഖാൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമ്മുടെ മുന്നിലുള്ള പ്രശ്നം പ്രധാനമായിട്ടും കുട്ടികൾക്കെതിരായിട്ടുള്ള ഈ നടപടികൾ ഉണ്ടാവുക എന്ന് തന്നെയാണ്. തീർച്ചയായും ഷിജു ഖാൻ പറയുന്നത് പോലെ ആ സമരം വിജയിക്കുക എന്നത് കേരളത്തിൻ്റെ തന്നെ ആകെ മൊത്തമായിട്ടുള്ള ആവശ്യമാണ്, അത് പരാജയപ്പെടാതിരിക്കട്ടെ. പക്ഷേ അപ്പോൾ തന്നെയും നടത്തിയ ഈ ഭൂമി വെട്ടിപ്പ്, അത് ഈ സമരം അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമരം പിരിഞ്ഞു പോകും. അപ്പോൾ ഇവർ നടത്തിയ നിയമലംഘനത്തിന്, തട്ടിപ്പിന് ഏത് നിലക്കാണ് ശിക്ഷ ഉണ്ടാവുക? അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ട്, കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ട് പ്രിൻസിപ്പൽ ആസ്ഥാനത്ത് നിന്ന് മാറി നിന്നാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? സനീഷ്, ഇത് രണ്ട് വിഷയങ്ങൾ തന്നെയാണ്. ഷിജു ഖാൻ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ഉള്ളിൽ തട്ടി ഉണ്ടായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ രംഗത്തുള്ളത്. അവരുടെ വിഷയം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അവരുടെ വിഷയത്തെ സംബന്ധിച്ച് അവർ യൂണിവേഴ്സിറ്റി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, സർക്കാരിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി മറ്റന്നാൾ സിൻഡിക്കേറ്റ് ചെയ്യുകയാണ്. നാളെ ഉപസമിതിയുടെ റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചാൽ മറ്റന്നാൾ സിൻഡിക്കേറ്റ് ചെയ്യുന്ന അതിന്മേൽ തുറന്ന് നടപടി സ്വീകരിക്കും. അതേപോലെ തന്നെ സർക്കാരിനും അവർ പരാതി കൊടുത്തിട്ടുണ്ട്. സർക്കാരും അത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടി, മന്ത്രി നല്ല ചർച്ചയ്ക്ക് വിളിച്ചു, തുടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പാളിച്ച അവിടെ ഞാൻ കാണുന്നുണ്ട്. കാരണം അവിടെ മന്ത്രി പറയുന്നത് സർവകലാശാലയുടെ റിപ്പോർട്ട് കിട്ടട്ടെ, ഞാൻ പരിഗണിക്കാം എന്ന് പറയുന്നത്. സർവകലാശാലയും സർക്കാരും രണ്ടാണ്. സർക്കാരിൻ്റെ നിലയ്ക്ക് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കമ്മീഷനുകളിൽ വന്നിട്ടുള്ള പരാതികൾ, അതൊന്നും സർവകലാശാലയുമായി ബന്ധപ്പെടുന്നല്ലോ. SC/ST കമ്മീഷനിൽ വന്നിട്ടുള്ള, വനിതാ കമ്മീഷനിൽ വന്നിട്ടുള്ള പരാതികൾ, ഇതിൻ്റെയൊക്കെ മേളിൽ തുടർ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന്. സർവകലാശാലയുടെ റിപ്പോർട്ട് തീരുമാനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുമില്ല. സർവകലാശാല അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും സർക്കാരിന് യാതൊരു കാര്യവുമില്ല. അതൊക്കെ സർവകലാശാലയ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. സർവകലാശാലയാണ് നടപടി എടുക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അതിനെ സംബന്ധിച്ച് എന്തായാലും ഇത്തരത്തിൽ രണ്ട് ഭാഗത്ത് കുട്ടികൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകട്ടെ. ഇവിടെ ഇന്നിപ്പോൾ ന്യൂസ് 18 കൊണ്ടുവന്നിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ ഭൂമിയെ തട്ടിപ്പിനെ സംബന്ധിച്ച് കുട്ടികളുടെ സമരം വിജയിച്ചു കഴിഞ്ഞു, അത് വിജയിക്കുക തന്നെ ചെയ്യും. അത് കുട്ടികൾക്കെതിരെ അനുകൂലമായി കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. മുഴുവൻ പത്രമാധ്യമങ്ങളും മുഴുവൻ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അത് തർക്കമില്ല. പക്ഷേ ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഈ ചാനൽ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നു, ആധികാരികമായി എല്ലാ ഓഫീസുകളിലും എല്ലാ രേഖകളും, അതിനുമുമ്പ് CR നീലകണ്ഠൻ സാർ പറഞ്ഞു, ഇവിടെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, IAS ഓഫീസർമാർ, അതുപോലെ എല്ലാ മേഖലയിലും ഉള്ളവരിൽ അവർ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൽ ഇത് എത്രത്തോളം പുറത്തു വരാൻ കഴിയും? പക്ഷേ ഇവിടെ രേഖകൾ വ്യക്തമാണ്. അവരെല്ലാ രേഖകളും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആധികാരികമായി പറയുന്നു, സർവകലാശാലയിൽ ഇതിന് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട രേഖയില്ല, സർക്കാരിലില്ല, റവന്യൂവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടുന്നില്ല. നിങ്ങൾ അവിടെ പോയി സ്കെച്ച് ഒക്കെ എടുത്ത് നോക്കി പക്ഷേ ഇതൊക്കെ ഏത് കള്ളം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കും എന്ന് പറഞ്ഞ പോലെ ഈ തെളിവുകളെല്ലാം നശിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു കണ്ടീഷൻ അന്ന് 68 വെച്ചിരുന്നു എന്നത് നമ്മളിൽ നിന്ന് മാറ്റിവെക്കാനാണ്.
എന്തുകൊണ്ടോ നിയമസഭാ രേഖകൾ അത് ഡിജിറ്റൈസ് ചെയ്തപ്പോൾ ഇല്ലെങ്കിൽ നമ്മളത് കണ്ടത്തില്ല. ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. 68 ഇത്തരത്തിലെടുത്ത തീരുമാനങ്ങൾ ഒരു ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? എവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ തിരുത്താനുള്ള കാര്യങ്ങളിലേക്ക് പോകട്ടെ സർക്കാർ, നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ബിനോയ് വിശ്വം, ശ്രീ ഷിജു ഖാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ഷിജു ഖാൻ, താങ്കളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആളുകൾ നടന്ന സമരത്തിനൊപ്പം തന്നെയാണ് അവിടെ നടക്കുന്ന നിയമലംഘനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിജീവിച്ചു പോകണം ആ കലാലയം എന്ന വികാരത്തിനൊപ്പം തന്നെയാണ് ഞങ്ങളും. അക്കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. രാഹുൽ ദ്രാവിഡ് ഡോക്ടറേറ്റ് ബഹുമതി നിരസിച്ചു. ബംഗളൂരു സർവകലാശാല നൽകിയ ഓണററി ഡോക്ടറേറ്റ് ബഹുമതിയാണ് രാഹുൽ വേണ്ടെന്ന് വെച്ചത്. ഇത്തരം ബഹുമതികൾ താൻ പഠിച്ചു നേടാനാണ് ആഗ്രഹിക്കുന്നത്, മറ്റു രീതിയിൽ ലഭിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹുമതി വേണ്ടെന്ന് വെച്ചതെന്ന് ബംഗളൂരു സർവകലാശാലയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും സർവകലാശാല വ്യക്തമാക്കുന്നു. I don't try to be it. I mean, I just try and be who I am. I mean, I think there's no strategy to it. I'll be honest. I'm not sitting there and thinking, this is the kind of strategy. This is who and this is what I want my social page to look like. I'm not really following it either. But no, there's no strategy. I just try and be who I am. And I mean, I have had my share of controversies. You can't go through a career of as long as I have without having some controversy or the other, or having been in the news for the wrong reasons, or getting a few things wrong, or blowing up a few times. So it happens to the best of us. It happens to all of us. So no, actually I haven't really tried to do anything different. സ്പോർട്സ് എഴുത്തുകാരനും KCAയുടെ മുൻ ഭാരവാഹിയുമായ ശ്രീ N. അജിത് കുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അജിത് കുമാർ, നമ്മൾ ഇപ്പോൾ കേട്ട ശബ്ദം അദ്ദേഹത്തിൻ്റെ പഴയൊരു ഇൻ്റർവ്യൂവിൽ നിന്നുള്ളതാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതെന്ന അന്നത്തെ ആ അഭിമുഖകാരൻ്റെ ചോദ്യത്തിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തല്ല എന്ന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അത് ഈ ഇപ്പോഴത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, അതുമായി പക്ഷേ ചേർത്ത് വായിക്കുകയും കാണപ്പെടുകയും കൂടെ വേണമെന്നതുകൊണ്ട് അപ്പോൾ നൽകിയെന്നേ ഉള്ളൂ. ശ്രീ രാഹുൽ ദ്രാവിഡ് തനിക്ക് ലഭിച്ച ഡോക്ടറേറ്റിനെ നിരസിച്ച നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ദ്രാവിഡ് നമ്മളെല്ലാവരും എങ്ങനെ പ്രതീക്ഷിക്കുന്നു അത് തന്നെയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഒരു BCom മാത്രമാണ്. BCom കഴിഞ്ഞിട്ട് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു, S. രാജീവ് എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും കൂടി BCom കംപ്ലീറ്റ് ചെയ്തപ്പം രണ്ടുപേരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നുകിൽ ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ CAക്ക് പോവുക. ദ്രാവിഡ് ക്രിക്കറ്റ് കളിച്ചു, രാജീവ് CAക്കും പോയി. രാജീവ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി, ദ്രാവിഡ് ടെസ്റ്റ് പ്ലെയർ ആയി. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഒരു ഡോക്ടറേറ്റ് എന്താണ് എന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ദ്രാവിഡ്. കാരണം ഡോക്ടറേറ്റ് കിട്ടുക, കാരണം ഒരു ഡോക്ടറേറ്റ് എന്ന നിലയിൽ ഞാനൊരു ഡോക്ടറേറ്റ് ആയതുകൊണ്ട് പറയാണ്, അതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ മാനസികമായ സമ്മർദ്ദങ്ങളും അതിന് വേണ്ടിയിരിക്കുന്ന പ്രയത്നങ്ങളും, അങ്ങനെ ചെയ്താൽ മാത്രമേ ഡോക്ടറേറ്റ് കിട്ടുള്ളൂ. അതൊന്നും ചെയ്യാതെ വെറുതെ ഒരു ഓണററി ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇവിടെയുള്ള പല ആൾക്കാർക്കും ഈ ഓണററി ഡോക്ടറേറ്റ് കിട്ടുന്നവർക്ക് ഡോക്ടറിന് എഴുതാൻ മടിയാ. ഇപ്പൊ മോഹൻലാലിന് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഡോക്ടർ മോഹൻലാലിന് എഴുതാറുണ്ടോ? അദ്ദേഹത്തിന് അത് എഴുതാൻ മടിയാണ്. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ട് എന്റെ പേര് ഡോക്ടർ അജിത് കുമാറാണെന്ന്. കാരണം ഞാൻ അങ്ങനെ എടുത്ത ഒരാളാണ്. ഇപ്പൊ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഡോക്ടറേറ്റ് കൺഫർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ചമ്മൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം ഇത്രയധികം പ്രയത്നത്തോടെ കിട്ടേണ്ട ഒരു ഡിഗ്രിക്ക് വെറുതെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഒരു ഓണററി ഡോക്ടറേറ്റ് നൽകുക എന്ന് പറഞ്ഞാൽ, അത് ഒരു വിധത്തിലും ഒരു നല്ലൊരു സിറ്റിസൺ, അതായത് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന വിദ്യാഭ്യാസമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് സ്വീകരിക്കില്ല. അത് തന്നെയാണ് രാഹുൽ ദ്രാവിഡും ചെയ്തത്. കാരണം അദ്ദേഹം BCom വരെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് എന്റെ അറിവ്. തിരിച്ചു വരാൻ ശ്രീ കുമാർ താങ്കളിലേക്ക്. ശ്രീ MB രാജേഷ് MP കൂടെ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ MB രാജേഷ്, സാധാരണഗതിയിൽ ആളുകൾ ചെയ്യില്ലാത്ത കാര്യമാണ് രാഹുൽ ദ്രാവിഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ. ഇതേപ്പറ്റി അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ഈ സമയത്തിനകം. അതായത് കിട്ടിയൊരു ബഹുമതി, അതും ഒരു മോശം സർവകലാശാലയിൽ നിന്നല്ല, ബംഗളൂരു സർവകലാശാല, അദ്ദേഹം പഠിച്ച സർവകലാശാല എന്നൊരു ബഹുമതി കിട്ടുന്നു. അദ്ദേഹം വേണ്ട എന്ന് വിനയത്തോടെ നിരസിക്കുന്നു. ഞാനത് പഠിച്ച് വാങ്ങിക്കൊള്ളാം എന്ന് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. അത് അദ്ദേഹമല്ല, സർവകലാശാല തന്നെയാണ് വാർത്താക്കുറിപ്പിലൂടെ പുറത്തേക്ക് അറിയിക്കുന്നത്. ഏത് മട്ടിൽ, ഏതൊക്കെ വിധത്തിൽ, ആർക്കൊക്കെ സന്ദേശമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് താങ്കളുടെ നോട്ടത്തിൽ? ഔചിത്യം, വിവേകം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. അത് സാധാരണ പറയാറുള്ളതാണെങ്കിലും വളരെ എല്ലാവരും കാണാത്ത ഗുണങ്ങളുമാണ്. ആ രണ്ട് ഗുണങ്ങളോ അല്ലെങ്കിൽ ഉന്നതമായ മൂല്യങ്ങളോ ആണ് രാഹുൽ ദ്രാവിഡ് ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം വളരെ അന്തസ്സുള്ള ഒരു നിലപാടാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്.
സാധാരണ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുന്നത് വലിയ എഴുത്തുകാർക്ക്, കലാകാരന്മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതൊരു തരത്തിൽ ന്യായീകരിക്കപ്പെടാവുന്നതുമാണ്. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടറേറ്റ് വൈക്കം മുഹമ്മദ് ബഷീറിന് കൊടുക്കുക വഴി ആ സർവകലാശാല ആദരിക്കപ്പെടുക എന്നല്ലാതെ വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റിന്റെ ഒരു കുറവുണ്ടായിരുന്നില്ല. ഡിലിറ്റ് ബിരുദം എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് സർവകലാശാലയാണ് കൊടുത്തതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു കുറവ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഡോക്ടർ ബഷീർ എന്ന് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനെല്ലാം എത്രയോ ഉയരത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഉള്ളത്. അതുവഴി ശരിക്കും സർവകലാശാലയാണ് ആദരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു മഹാനായിട്ടുള്ള എഴുത്തുകാരനെ അവർ പരിഗണിക്കുന്നു എന്നത് അവർക്കുള്ളൊരു അംഗീകാരമാണ്. അപ്പൊ അങ്ങനെ എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്നതിൽ പിന്നെയും ഡിലിറ്റ് ഓണററി ആയിട്ടൊക്കെ കൊടുക്കുന്നത് പിന്നെയും ഒരു ഔചിത്യം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കായിക താരങ്ങൾക്ക്, നേരിട്ട് ഇത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്കും അതുപോലെ ഉള്ള അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ, ഇവർക്കൊക്കെ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുന്നത് വളരെ സർവ്വസാധാരണമാണ്. ആരും നിരസിച്ചതായിട്ടും ഇതുവരെ കേട്ടിട്ടില്ല. നിരസിക്കുകയോ നിരസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. എന്തായാലും ദ്രാവിഡ് വളരെ അന്തസ്സുള്ള, വിവേകപൂർണമായ, ഔചിത്യം നിറഞ്ഞ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എം പി രാജേഷ്, അത് അധ്വാനിച്ച് നേടാനാണ് എനിക്കിഷ്ടം. അതായത് ഗവേഷണം നടത്തി, സ്പോർട്സ് മേഖലയിൽ തന്നെ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടണമെന്ന് എനിക്കുണ്ട്. അങ്ങനെ അധ്വാനിച്ച് നേടണം എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നിരസിക്കാൻ എന്നാണ് ഈ സർവകലാശാലയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ അധ്വാനിച്ച് നേടുക, വെറുതെ അങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയല്ല, അധ്വാനിച്ച് നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് കൂടെയാണോ? കളിയിലും അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും ചേർന്ന് നിൽക്കുന്നതാണോ പൊരുതി തന്നെ വിജയങ്ങൾ ഉണ്ടാക്കുക എന്നത്? വ്യക്തിത്വത്തിന്റെ കൂടി സവിശേഷതയാണത്. എനിക്കങ്ങനെ ആരുടെയും സൗജന്യം വേണ്ട എന്നൊരു മനോഭാവം, അത് നല്ല ആത്മബലമുള്ള, ഉറപ്പുള്ള ആളുകൾക്ക് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു സൗജന്യവും എനിക്ക് വേണ്ട, വെറുതെ കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന നിലപാട് അത് രാഹുൽ ദ്രാവിഡിന്റെ കളിയുടെ കാര്യത്തിലുണ്ട്. അതിലും അദ്ദേഹം ഈ അന്തസ്സും ഔചിത്യവും വിവേകവും ഒക്കെ പുലർത്തിപ്പോന്നിട്ടുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ കളി കണ്ടിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഒരു ഇന്റഗ്രിറ്റി രാഹുലിന്റെ വ്യക്തിത്വത്തിലുടനീളമുണ്ട്. രാഹുൽ ദ്രാവിഡിനെ മറ്റു കളിക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഒരു വൻമതിൽ, ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെടാൻ കാരണവും അത് തന്നെയാണ്. ആ ഒരു ഇന്റഗ്രിറ്റിയും ഉറപ്പും നിശ്ചയദാർഢ്യവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്ര പെട്ടെന്ന് ഈ പ്രലോഭനങ്ങൾക്കോ വഴങ്ങാത്ത ആളാണ് കളിയിലും അദ്ദേഹം ഓഫ് സ്റ്റമ്പിന് പുറത്തുകൂടെ പോകുന്ന ഒരു പന്തിന്റെ പ്രലോഭനത്തിൽ കുടുങ്ങി വിക്കറ്റ് വലിച്ചെറിയുന്ന ആളെയായിരുന്നില്ലല്ലോ രാഹുൽ ദ്രാവിഡ്. ശ്രീ എം പി രാജേഷ്, ശ്രീ എൻ അജിത് കുമാർ, അവസാനമായി ഈ കളത്തിലെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ചോദിച്ചതുപോലെ, ഇപ്പോൾ ശ്രീ എം പി രാജേഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നിലപാട് എന്ന് വെച്ചാൽ അധ്വാനിക്കുക തന്നെ വേണം, എന്നിട്ടാണ് ഗുണഫലങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന നിലപാട് അദ്ദേഹം കളിക്കളത്തിൽ എത്രത്തോളം പുറത്തെടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ 1996 രാഹുൽ ദ്രാവിഡ് ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിന്റെ ഒരു വക്കത്തെത്തുന്നത്. എന്നാൽ അതിനുശേഷം ഒരു 2 വർഷം അദ്ദേഹത്തിന് ടീമിന്റെ പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ടീമിന് സെലക്ഷൻ കിട്ടിയില്ല. എന്നാൽ ശരിക്കും ഫൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം 1999 ആയപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ലോകകപ്പിന്റെ ജസ്റ്റ് മുമ്പ് 98-99 സീസണിൽ. 98 ആദ്യത്തെ ഏകദിനം കൊച്ചിയിൽ നടന്നപ്പോൾ അന്ന് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിലില്ല. അദ്ദേഹം ആ ടീമിൽ ഇല്ലാത്തൊരു സമയമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രയത്നം, അദ്ദേഹത്തിന് അറിയാം ഹാർഡ് വർക്ക് പേസ് എന്നുള്ള ഒരു കാര്യം അറിയാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അതിലാണ് എനിക്ക് ഏറ്റവും പഠിക്കുന്ന കാലത്തും അദ്ദേഹം വളരെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് എന്റെ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള അറിവ്. ബികോം പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ബികോം ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം. ഹലോ, ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ അജിത് കുമാർ. സമയക്കുറവ് കൊണ്ടാണ്, നമുക്ക് കുറച്ചു നേരം കൂടെ അക്കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു, പക്ഷേ സമയം കടന്നു പോയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ അജിത് കുമാർ. ശ്രീ എം പി രാജേഷ് ഞങ്ങളോട് ഈ വിഷയത്തിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ഡോക്ടറേറ്റ് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കലിനെ കുറിച്ച് സംസാരിച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.